കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. സംസാരിച്ചോളൂ. നിന്നോട് മാത്രം സംസാരിക്കണ്ട, അല്ലാതെ പുറത്തുനിന്ന് ആരും പാടില്ല. അതിലൂടെ പുറത്തുനിന്ന് ആരും ഇല്ലല്ലോ, ഞാനും എന്റെ ഭാര്യയല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. പൂജ കേൾക്കാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല. പക്ഷേ നീ കേൾക്കാത്ത പലതും അവളുടെ ജീവിതത്തിലുണ്ടാവും. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ചേച്ചിക്ക് എന്താ പൂജയുടെ വല്ല ദേഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്നെ വല്ലതും ചെയ്യോ? അല്ല, നിന്റെ ഈ ഭീകരമായ ഭാര്യാസ്നേഹം കണ്ട് ചോദിച്ചത്. ഒരാളോട് സാമാന്യ മര്യാദ കാണിക്കുന്നത് ഭീകരമായ സ്നേഹമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ താലികെട്ടിയ പെണ്ണല്ലേ അവള്. അപ്പൊ അവൾക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാ ഞാൻ തന്നെയല്ലേ പരിഹാരം ഉണ്ടാക്കേണ്ടത്. അപ്പോ നിനക്ക് നിന്റെ ഭാര്യയ്ക്കും ബുദ്ധിമുട്ട് ഞങ്ങളല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എങ്ങനെയാ പറഞ്ഞേ? അല്ല, ഞങ്ങളിപ്പോ എന്ത് ചെയ്തിട്ടാ? നിർത്തിക്കേ. ഇത് എവിടം വരെ പോകുമെന്നറിയാൻ ഞാൻ നോക്കി നിന്നതാ. ഇനി രണ്ടും ഒരു അക്ഷരം വേണ്ടി പോകരുത്. എന്താടാ നിന്റെയൊക്കെ ഉദ്ദേശം? അതും ഇതും പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലാനോ? അങ്ങനെ കൂടപ്പുറപ്പുകൾ തമ്മിൽ തല്ലി തലകീർന്ന പല കുടുംബങ്ങളും ഈ നാട്ടിലുണ്ട്. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ ചെമ്പകശ്ശേരി തറവാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി നിന്ന് വഴക്കുണ്ടാക്കാതെ കേറിപ്പോവാത്ത മുത്തശ്ശി, ഞാൻ ഓടാ. എടീ, ഒന്ന് നിന്നേ. നീ രണ്ടും കൽപ്പിച്ചല്ലേ? എന്ത് നാണമില്ലല്ലോടി ഇങ്ങനെ ഒരു കൊച്ചിനെ വയറ്റിലിട്ടോണ്ട് നാത്തൂമ്പോര് കളിക്കാൻ, അത് മറ്റൊരു ഗർഭിണി പെണ്ണിനോട്. ഞാൻ നാത്തൂമ്പൊരൊന്നും കളിച്ചില്ല. എടി, പിന്നെ നീ കാണിക്കുന്നതിന്റെ അർത്ഥം എന്തുവാ? അത് സമയമാകുമ്പോ മുത്തശ്ശിക്ക് തനിയെ മനസ്സിലാവും. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും മുത്തശ്ശിക്ക് മനസ്സിലാവില്ല. എങ്ങോട്ടാണാവോ തമ്പുരാട്ടി കാലത്ത് പോയത്? ആരെ കാണാനാ? സ്വഭാവ വിശുദ്ധിയുടെ രാജകുമാരിയായ തന്റെ മോളെ കാണാൻ. എന്നിട്ട് കണ്ടോ? കണ്ടിട്ട് എന്തൊക്കെ വിശേഷങ്ങളാണോ പറഞ്ഞത്? അങ്ങനെയൊക്കെ പോയാലോ? ഓർമ്മയുണ്ടോ? ദാ ഈ കത്തി ഇന്നലെ രാത്രി നീ എന്നെ കുത്തിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന കത്തിയാ. ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ദൈവം എന്നെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കൂല. കാരണം മൂപ്പർക്കറിയാം എനിക്ക് ദൈവം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന്. അങ്ങനെ പോലെ ഭാര്യയെ എല്ലായിടത്തും ദൈവത്തിന് ഓടി കിടന്ന് ഒറ്റയ്ക്ക് പണിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ പുള്ളി എന്താ ചെയ്യാ? ഓരോരുത്തർക്കും പണി വീതിച്ചങ്ങ് കൊടുക്കും. ഇവിടെ ഇപ്പൊ അത്രയും വലിയ പണിയല്ലേ അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. പ്രപഞ്ചത്തിന്റെ സർവ്വതാളങ്ങളെയും തകർത്തുകൊണ്ട് അവതരിക്കാൻ പോകുന്ന ഒരു നശിച്ച സാത്താനെ കൊന്നു കൊല വിളിക്കുക. നിന്റെ മോള് പൂജയുടെ വയറ്റി കിടക്കുന്ന കടപ്പുറത്തുകാരന്റെ കുരുപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കല്ലേ. അപ്പോ ദൈവഭയമുള്ള ഞാൻ ആ ഡ്യൂട്ടി ഭംഗിയായിട്ട് നിർവഹിക്കട്ടെ. അപ്പൊ പിന്നെ ഈ ഒരു ചെറിയ കത്തിമുനയിൽ എന്നെ അവസാനിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റും? ഇന്നലെ നീ എന്തിനാ എന്നെ ഓർക്കാപ്പുറത്ത് ആക്രമിച്ചെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. അതിന് നിനക്ക് നിന്റേതായ കാരണങ്ങളുണ്ടാവാം.
ഞാൻ മരിച്ചിട്ട് നിന്റെ മോളെയും കുഞ്ഞിനെയും ആദിയെയും ഈ ഭൂമിയിൽ സുഖമായി വാഴിക്കാന്നാണോ നിന്റെ കണക്കൂട്ടല്? പാവം. അല്ലാതെ നിന്നെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? അയ്യോ, സാധു, മഹാസാധു. അപ്പോ നമ്മുടെ സംശയം സത്യമല്ലേ? നമ്മൾ പറഞ്ഞത്, മുത്തശ്ശി പറഞ്ഞത് ഒന്നും ആമ ചേച്ചി വിശ്വസിച്ചിട്ടില്ല. എല്ലാം അറിഞ്ഞതുപോലെയാണ് ചേച്ചി പെരുമാറുന്നത്. അല്ലെങ്കിൽ ഇന്നലെ വരെ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ മാറുമോ? ആമ ചേച്ചി മാത്രല്ല, ഗോമ ചേച്ചി മാറിയിട്ടുണ്ട്. അതെ, ഞാനും ശ്രദ്ധിച്ചതാ. അവർക്ക് ദേഷ്യം ആദ്യോടല്ല, എന്നോടാ. അവരിനി എന്ത് കാണിച്ചാലും നമുക്കത് ചോദിക്കാനോ മറ്റാരോടെങ്കിലും പറയാനോ പറ്റില്ല. ശരിക്കും നമ്മൾ പെട്ടിരിക്കാതെ. എന്തൊക്കെയാ അവർ അറിഞ്ഞിരിക്കണമെന്ന് വല്ല ഊഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തിരുത്താനെങ്കിലും ശ്രമിക്കായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, എല്ലാം മനസ്സിൽ വെച്ച് പെരുമാറില്ലേ. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? ആമിക്കെതിരെ പ്രവർത്തിക്കാനാണോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പല കുടുംബങ്ങളും കുട്ടിച്ചോറാകുന്നത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്നുണ്ടാവുന്ന സൗന്ദര്യപ്പണക്കം കൊണ്ടാണ്. ചത്താ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തീരാത്ത വിരോധം ഒരുപാട് കൂടപ്പിറപ്പുകൾക്കിടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടുകാർക്കും അയൽപക്കക്കാർക്കും അല്ല പലപ്പോഴും പരമശത്രുത. ഒറ്റ വീട്ടിൽ ഒരുമിച്ച് വളർന്ന സഹോദരങ്ങൾക്ക്. അവർക്കാണല്ലോ പലപ്പോഴും മത്സരം തോന്നുന്നത്. അവനെ പോലെ എനിക്കാകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവളെ പോലെ ഞാൻ രക്ഷപ്പെട്ടില്ല. ഇവിടെ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നീയും ആമിയും ഒരുപോലെ രക്ഷപ്പെട്ടവരല്ലേ. അവൾക്കും നിനക്കും പഠിപ്പുണ്ട്. ഭാഗ്യം കൊണ്ട് രണ്ടുപേർക്കും നല്ല ഓരോ ബന്ധവും കിട്ടി. പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളാണെങ്കിൽ ആവശ്യത്തിലേറെയുണ്ട്. പിന്നെന്താ പ്രശ്നം? പരസ്പരം ഇങ്ങനെ മത്സരിക്കേണ്ട എന്താവശ്യമുള്ളത്? മുത്തശ്ശി, ഞാനല്ല ഒന്നും. നീ മിണ്ടരുത്. നിങ്ങൾക്കിടയിൽ എന്നു മുതലാടാ നീ ഞാനും ഒക്കെ ഉണ്ടായത്? ഞാൻ നിന്നെ അങ്ങനെയാണോ വളർത്തിയത്? അതൊരു പൊട്ടിപ്പെണ്ണ. നീയും പാവമാ. സൗഭാഗ്യം പോലെ വന്നു കയറിയ കൊച്ചു മരുമകനും മരുമകളും നിങ്ങൾക്ക് ചേർന്നവരും നല്ല മനസ്സുള്ളവരുവാ. പിന്നെ ഒന്നിച്ചൊരു വീട്ടിൽ കഴിയുമ്പോൾ ചില മുഷിച്ചിലുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായെന്നിരിക്കും. അതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട്. നമ്മളതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. ഈ വീടിന്റെ താളം തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല.